എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നൈറ്റ് ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കണ്ട. ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ഡയറ്റ് ചെറിയ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് ആദ്യം വരുന്ന കാര്യം ഓട്സ് ആണല്ലോ. ഇത് കഴിഞ്ഞ തവണ ഡയറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഒന്നൊന്നര മാസം മുമ്പ് വാങ്ങിയ ഓട്സ് ആണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഡേറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്മൂത്തി ആക്കി കളയാമെന്ന് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇത് റോൾഡ് ഓട്സ് ആണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ എനിക്ക് ധാരാളമായിരിക്കും. അപ്പോൾ അത്രയും മതിയാകും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പംകിൻ സീഡാണ്. ഇത് മിക്സഡ് സീഡാണ് കേട്ടോ. ഇതിൽ എള്ള്, പിന്നെ സൺഫ്ലവർ സീഡ്, ഇതിലും പംകിൻ സീഡ് ഉണ്ട്, ചിയ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ മിക്സഡ് ആയിട്ട് വാങ്ങിയത് കയ്യിലുണ്ടായതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ് അല്ലാതെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3-4 കാഷ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇപ്പോൾ ഇതിൽ വലിയ അളവിൽ ചിയ സീഡ് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചിയ സീഡും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചിയ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഈ പാത്രത്തിൽ വെച്ച് കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ കുരു എടുക്കാം കേട്ടോ. നമുക്ക് 2 ഈന്തപ്പഴം തന്നെ മതിയാവും. പിന്നെ പഴത്തിനും മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ മധുരത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് ലോ ഫാറ്റ് മിൽക്ക് ഏതെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുഡ് ലൈഫിൻ്റെ മിൽക്കോ സോയ അങ്ങനെയുള്ള എന്തെങ്കിലും മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ തന്നെ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതുകൂടെ വെച്ചിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല. അത്യാവശ്യമാണെങ്കിൽ മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എന്താ പറയുക, കുറച്ച് തേൻ, ഒരു ടേബിൾ സ്പൂൺ തേനൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില സമയത്ത് ഞാൻ ചേർക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഈ ഈന്തപ്പഴവും ചേർക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലും കൂടി, കുറച്ച് പാൽ ആദ്യം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല 2 സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ കുടിക്കാനായിട്ട്. ബാക്കി വരും നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അങ്ങനെ മടുപ്പ് അങ്ങനെയൊന്നും തോന്നൂല. അത്രയും എന്താ പറയുക, കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റൊന്നുമല്ല. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ രാവിലെ ആയാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ ടൈമിലോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഒരു ദിവസം കഴിച്ചിട്ട് പിന്നെ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. കഴിക്കുമ്പോൾ നമ്മൾ ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറയും കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ എക്സസൈസും കൂടി ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.